ഹായ് ഹലോ, നമ്മളിന്ന് നാലമ്പല യാത്ര പോകാൻ വേണ്ടി നിൽക്കുവാണ്. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം വളരെ പുണ്യമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ അനുവേട്ടൻ്റെ അമ്മായിയും വല്യമ്മയും അമ്മായിയുടെ അമ്മയും എല്ലാവരും ഉണ്ട്. അനുവേട്ടൻ്റെ അമ്മയും വരുന്നുണ്ട്. അമ്മയെ അനുവേട്ട പയ്യന്നൂരിലേക്ക് കൂട്ടിയിരുന്നു. നമ്മൾ KSRTC ബസ്സിലാണ് പോകുന്നത്. KSRTC BTCയുടെ കണ്ണൂർ നാലമ്പല യാത്രയാണ്. അനുവേട്ടനാണ് യാത്രയുടെ കോർഡിനേറ്റർ. അനുവേട്ടൻ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഭക്തിഗാനങ്ങൾ എല്ലാവരെയും കൊണ്ടും പാടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ചിലർ പാട്ട് പാടി, ചിലർ രാമായണത്തെക്കുറിച്ച് പറഞ്ഞു വന്നു. അനുവേട്ടനും ഭക്തിഗാനം പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന അമ്പലങ്ങളുടെ പ്രത്യേകതകളും പറഞ്ഞു വന്നു. അനുവേട്ടൻ മാക്സിമം എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം പോയത് നീർവേലി ശ്രീരാമക്ഷേത്രത്തിലാണ്. ശ്രീരാമൻ്റെ വനവാസകാലത്ത് സീതയെ മോഹിപ്പിക്കാൻ സ്വർണ്ണമാനായി വേഷം മാറി വന്ന മാരീചനെ കൊന്ന ഉഗ്രരൂപിയായ ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടുന്ന് ഞങ്ങൾക്ക് ഉപ്മാവും കാപ്പിയും കിട്ടിയിരുന്നു. നല്ല ചൂട് കാപ്പിയും നല്ല ഉപ്മാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ അടുത്തതായി പോയത് എളയാവൂർ ഭരതക്ഷേത്രത്തിലാണ്. താമരമൊട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഇവിടുന്ന് എനിക്കധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. സീതയ്ക്ക് കാവൽ നിൽക്കുന്ന രൗദ്രമൂർത്തിയായ ലക്ഷ്മണനാണ് ഈ ക്ഷേത്രത്തിൽ. മീനൂട്ടാണ് പ്രധാന വഴിപാട്. ഇവിടെ വലിയൊരു കുളമുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുളത്തിൽ നിറയെ മീനുകളാണ്. മീനൂട്ട് നടത്തുന്നത് വളരെ നല്ലതാണെന്നാണ് അമ്പലത്തിലുള്ളവർ പറയുന്നത്. അപ്പം മീനിന് കൊടുക്കാൻ അരിയും പൊരിയുമാണ് തരുന്നത്. ഞങ്ങളും മീനൂട്ട് നടത്തി. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും പിന്നെ നമ്മുടെ വീട്ടിലെ അരി ഒരിക്കലും ഒഴിയില്ല, ആഹാരത്തിന് പഞ്ഞമുണ്ടാവില്ല എന്നാണ് വിശ്വാസം. അങ്ങനെ തെച്ചൂസ് മീനിന് അരിയും പൊരിയും കൊടുത്തു. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്. അത് മാത്രമല്ല അനുവാട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രാജേഷ് ചേട്ടൻ്റെ വൈഫിൻ്റെ അമ്മയും കൂടിയാണ്. അപ്പോൾ മോന് സുഖമില്ലാത്തത് കൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. ഒരുപാട് മീനുണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിലൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രത്തിലാണ്. ചക്രസമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഇവിടേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും പുറകിലായിരുന്നു. ഇവിടെ നല്ല തിരക്കായിരുന്നു. നമ്മൾ പോയ അമ്പലത്തിൽ നിന്നെല്ലാം ഉപ്മാവും കാപ്പിയും കിട്ടിയിരുന്നു. ഇവിടെ നിന്നാണ് കഞ്ഞി കുടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തൊഴുതു വന്നതിന് ശേഷം കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയി. ചെറുപയർ കറിയും അച്ചാറുമാണ് ഉണ്ടായിരുന്നത്. ചൂട് കഞ്ഞി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറി. അങ്ങനെ നമ്മുടെ നാലമ്പല ദർശനം പൂർത്തിയായിരിക്കുകയാണ്. ഗംഭീര യാത്ര തന്നെയായിരുന്നു. അമ്പല ദർശനം നടത്തിയാൽ രാമായണം മുഴുവൻ വായിക്കുന്ന പുണ്യം കിട്ടി എന്നാണ് പറയപ്പെടുന്നത്. എല്ലാവരും യാത്രയെക്കുറിച്ച് അഭിപ്രായം പറയുകയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ആദ്യം തന്നെ KSRTCക്ക് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. KSRTC യാത്ര ആറന്മുള വള്ളസദ്യക്കും ബുക്ക് ചെയ്തു. 19 പോകുന്ന യാത്രയിലും ബുക്ക് ചെയ്തു. ഞങ്ങൾക്കിത് വളരെ നല്ല അഭിപ്രായമാണ് KSRTC യാത്രയെ പറ്റി. കൂടുതലൊന്നും പറയുന്നു.